ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്. കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു, ലോങ് വീഡിയോ. പക്ഷെ അത് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. കൃപ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് പാസ്ത വേണോ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം, എന്താ കഴിക്കുള്ളൂ. എൻ്റെ പാസ്ത എത്താനായി. നിങ്ങൾക്ക് വേണോ എന്നാ നമുക്ക് കഴിക്കാം ഒരുമിച്ച്. അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. ഞാനൊരു വെജ് ട്രീറ്റ് ഇവിടെ പിസ്സ മേടിച്ചിട്ടുണ്ട്. ഇത് ആൽഫ്രെഡോ. എനിക്ക് എന്തിനാണ് ഈത്തപ്പഴം വെച്ചാൽ കോഴിപ്പം? ഒരു കോഴിപ്പില്ല, നല്ലതാ, ഇതിന് ശക്തി വരും. ഹായ്, ഹലോ. അപ്പൊ എങ്ങനെയാ നമുക്ക് തുടങ്ങിയാലോ? ബീഫ് വെറൈറ്റി വെബ്സിന്റെ മറ്റു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്. കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു, ലോങ് വീഡിയോ. പക്ഷെ അത് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. കൃപ പറയുക എന്താ വെച്ചാൽ ആക്ച്വലി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ പിന്നെ എന്താ നോക്കിയപ്പോൾ മനസ്സിലായില്ല. ഞാൻ ആദ്യം വെച്ച് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണം അവർക്കെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് മറ്റേ ചൈൽഡ് സേഫ്റ്റിന്റെ എന്തോ പ്രശ്നം കാരണം അത് അവർ ഡിലീറ്റ് ചെയ്തു. ഒരു വീഡിയോയില് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസിനെ കട്ട് ചെയ്യണ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസ് കത്തി യൂസ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അത് സേഫ്റ്റി പ്രോബ്ലം, സേഫ്റ്റിന്റെ ഇഷ്യൂ, കുട്ടികൾ ചൈൽഡ് സേഫ്റ്റി മൈനർ ആയ കാരണം, അത് സേഫ്റ്റി ഇഷ്യൂ കാരണം അത് യൂട്യൂബ് മൊത്തത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളത് കണ്ടത് അത് ഡിലീറ്റ് ആക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളത് ഒന്നുകൂടി എഡിറ്റ് ചെയ്തിട്ട് ആ പോർഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഇത് ഡിലീറ്റ് ആക്കില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, എന്നിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. അതെ. സിദ്ധിവിനായക ഹേ നമോ നമോ ലംബോദര രഘുമികര അംബാസുത അമര വിനോദ ലംബോദര രഘുമികര. അമ്മത് അവിടെ നാളികേരം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃപ ഇഷ്ടമുണ്ടാക്കുകയാണ് അത്രേ ദോശയ്ക്ക്. അപ്പോൾ അമ്മത് നാളികേരം പൊട്ടിച്ചാൽ വെള്ളമാണ് കുടിച്ചു. അത് ശരി, ഇരിക്കൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ ജീരക വെള്ളം ഉണ്ടാക്കി വയ്ക്കും. ഇത് നല്ലതാണ്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വയറുവേദന, കുളിച്ചു തട്ടൽ, എല്ലാവരും എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് കുടിക്കരുത്. ഈ ഒരു ഗ്ലാസോടെ അത് കിട്ടിയില്ല, അത് പോയി. അയ്യോ, ഞാൻ ക്ലാസ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു, വെള്ളമില്ല, വെള്ളം കുടിച്ച്. പിന്നെ അതല്ല, ഇഷ്ടമുണ്ടാക്കുമ്പോഴേ ഓക്കെ ഇഷ്ടം കുറച്ച് വെള്ളത്തോടെ ഉണ്ടാക്കുമോ? കട്ടിക്ക് ഇഷ്ടമല്ല. അല്ല, കട്ടി വേണ്ട, വെള്ളം 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 ഇഷ്ടം. അമ്മൂസിന് ഇത് കണ്ടില്ലേ, എല്ലാവരും നമുക്ക് പിസ്സ കഴിക്കാൻ വരുന്നോ എന്റെ കൂടെ? ഒരു രക്ഷയില്ലേ? അത് ആരും പറഞ്ഞു കൊടുത്തില്ലേ? റെക്കോർഡാ എന്താണ് ഇടയ്ക്ക് കിട്ടണ ഒറിജിനൽ കിട്ടണ്ടേ? അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല അതിനോട്. മറ്റേ അവിടെ ഇന്നലെ ഇവിടെ പോയില്ലേ, നന്ദിനി പോയില്ലേ, അപ്പൊ മൂസ് സ്വന്തമായിട്ട് ഞാൻ പറയട്ടെ, പക്ഷെ അത് സ്വന്തം ഇവിടെ ഫോൺ അവിടെ വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞതാ, ഞാൻ പിസ്സ കഴിച്ചിട്ട് വരാം. മറ്റേ ആൾക്കാരോട് എന്താ പറഞ്ഞു? വീട് അവിടെ ഉള്ള ആൾക്കാരോട് എന്താ പറഞ്ഞു? അവരോട് എന്തൊക്കെയോ പറഞ്ഞു. ലാസ്റ്റ് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയി. അമ്മൂസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി പറഞ്ഞ അമ്മൂസ് ഭയങ്കര പ്രൊമോഷനാ. ആരെ കണ്ടാലും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊക്കെ പറയുള്ളൂ. അമ്മൂസ് എന്താ ചെയ്യണോടെ? ഒരു മിനിറ്റ്. ചന്ദന ഉണ്ടാക്കേ? ചന്ദന ഉണ്ടാക്കുക. ചന്ദന അരക്കണോ? അമ്മ അരച്ചോ? വേണ്ടേ? സ്വന്തം പറ്റുമോ? അയ്യോ, ഞാൻ എടുത്തുതരാം. അവിടെ നിലത്താക്കണ്ട. ഇവിടെ ടോയ്ലറ്റിൽ തൊടാൻ പാടില്ല, അല്ല വാഷ് ബേസിൽ തൊടാൻ പാടില്ല കേട്ടോ. അതാ അമ്മ എടുത്തുതരാം. അത്ര മതി. എടുത്തോ, ഞാൻ തൊട്ടിട്ടേ ഒരു
ഏട്ടന് കൊടുക്കാനാണോ? ഏയ് മിടുക്കത്തി. പോവാ. ഇന്നേ ഞങ്ങള് പുഷ്പ കാണാൻ പോകുന്നു. ധ്രുവിനാണെങ്കിൽ ഒരു രക്ഷയില്ല, അവന് ഇരിക്കപ്രതിയില്ല. പുഷ്പ കാണാൻ. എടാ പക്ഷെ നല്ല റിവ്യൂ അല്ലേ കിട്ടുക. എവിടെ ഏട്ടന് അമ്പലത്തിൽ സാരില്ല, അത് ഇഷ്ടം കൊണ്ട് ചെയ്യണല്ലേ. വിളിച്ചോട്ടെ, അത് അരച്ചുണ്ടാക്കിയതാ. അമ്മൂസ് അരച്ചിട്ടുണ്ടാക്കി. ഏയ് എല്ലാരും തൊടിക്കാൻ. അങ്ങനെ കൃപയുടെ ഇഷ്ടമായി. അപ്പൂസ എങ്ങനെയുണ്ട്? അച്ഛൻ ഉണ്ടാക്കിയ കറി എങ്ങനെയുണ്ട്? അച്ഛനല്ലേ ഉണ്ടാക്കിയേ? അമ്മ ഉണ്ടാക്കിയേ? അമ്മൂസിന് ഇഷ്ടായോ? നല്ല സ്വാദുണ്ടോ? സൂപ്പറാണോ? ധ്രുവയും പറയണ കേട്ടില്ലേ, അവന് ഇഷ്ടമല്ല മറ്റേ മസാലക്കറി ഇഷ്ടമല്ല. എന്നിട്ട് പറയണേ അവന് സാമ്പാർ വേണമെന്ന്. സാമ്പാറൊന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? സാമ്പാർ വേണമെന്ന്. അമ്മൂസ ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും സൂപ്പറായില്ലേ? അമ്മൂസേ തെണ്ടടേ. ഇതെന്തത്? ഇതെന്താ സ്ഥലം? പൊട്ടിക്ക. അമ്മയെ മുഴുവൻ പൊട്ടിക്ക. ഞാൻ ഇതാക്കാം. അമ്മൂസെ പൊട്ടിക്കല്ലേ നമുക്ക്? ഓർമ്മയുണ്ടോ? പിങ്ക് ആയിരുന്നോ? നമുക്ക് നോക്കാം പിങ്ക് തന്നെയാണോ വന്നേന്ന്. അമ്മൂസ് കൊറേ ദിവസമായി പറയണു എനിക്ക് ഹെൽമെറ്റ് മേടിച്ചു വെച്ചിരിക്കും. അമ്മ എന്നും മറക്കുകയാണ്. എന്നിട്ട് എന്നെ ഉണ്ടേ കഴിഞ്ഞ ദിവസം കയ്യോടെ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. അതിന്റെ ഇതെവിടെ? അതിന് ക്ലിപ്പ് വെച്ചെടുക്കുവാ. നല്ലില്ല കുട്ടികൾക്ക് ക്ലിപ്പാ നല്ലത്. ഓക്കെ ഓക്കെ നമുക്ക് നോക്കല്ലേ? പറഞ്ഞില്ല പിങ്ക്. ഞങ്ങൾ രണ്ടാളും കൂട്ടി മറ്റേ ആമസോണിൽ നോക്കി സെലക്ട് ചെയ്തതാ. അമ്മൂസിന്റെ പുതിയ ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്. അല്ലല്ല ഇത് കഴിഞ്ഞു. ഒരു മിനിറ്റ് വെച്ച് നോക്കട്ടെ. അതല്ലെങ്കിൽ പിന്നെ തിരിച്ച് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യണ്ടേ? മെല്ലെ എനിക്ക് ഇവിടെ മുഴുവൻ ഓപ്പൺ ആയില്ല. ഇവിടെ മുഴുവൻ ഓപ്പൺ ആയില്ല. പിങ്ക് കളറാണോ? ദൂരട്ടാ ആദ്യം. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. അമ്മൂസിന്റെ പുതിയ ഹെൽമെറ്റ് കിട്ടി പറഞ്ഞ എല്ലാവരോടും. ഒന്ന് വെച്ച് നോക്കിയാലോ? ഇത് എന്തിനാ ഹെൽമെറ്റ് ഇടും നമ്മള്? സ്കൂട്ടറുമ്പോ പോകുമ്പോ ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് വെക്കും. എന്തിനാ ഹെൽമെറ്റ് വെക്കണേ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ്. എന്തിനാണ്? തലക്ക് ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ തല പറക്കും. പാടാണോ? കറക്റ്റാ? സൂപ്പറായിണ്ടോ? കണ്ണാടിയൊക്കെ പോവാ. അമ്മൂസ് ഉദ്ദേശിച്ച കളറായോ? നമ്മൾ ഓർഡർ ചെയ്ത സെയിം കളറാണോ? ഹാപ്പി ചെയ്യോ? സന്തോഷയോ? ആരാ ഓർഡർ ചെയ്തത്? അയ്യോ ക്ലാസ്. അപ്പൊ നമ്മള് നന്ദിനിയിലെ റെസ്റ്റോറന്റിലേക്ക് കയറി. അതെ, അപ്പൊ നമ്മള് ഗുരുവായൂർ മമ്മിയൂർ റോഡിലുള്ള നന്ദിനി റെസ്റ്റോറന്റിന് അച്ഛനെ പകരം ഞാനിപ്പോ ഇനിയും പറയാൻ പോണേ. അച്ഛനെ ഇന്ന് അപ്പൂസ് പറയാ. അപ്പൂസാണ് അച്ഛന് പകരം പറയാൻ പോണേന്ന്. നമുക്ക് നോക്കാം. അമ്മൂസും ഉണ്ട്, അവിടെ ഉണ്ട്. തണുപ്പടിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്.
മറ്റേത് കൊടൈക്കനാലല്ല, മൂകാംബിക പോയപ്പോ മേടിച്ച കുപ്പിയല്ലേ. അതല്ലേ, അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ? കയറിയാലോ മൂസേ? നമ്മളിപ്പോ ഇതാ ഇവിടെ ഉള്ളിൽ കയറി. ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. ഓർഡർ ചെയ്യണ്ടേ? എന്താ മൂസ ഓർഡർ ചെയ്യണേ? സ്വീറ്റ്. അപ്പൊ അതാ നമ്മള് ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. ഞാനൊരു വെജ് ട്രീറ്റ്, ഇവിടെ പിസ്സ മേടിച്ചിട്ടുണ്ട്. ഇത് ആൽഫ്രെഡോ പാസ്ത മേടിച്ചിട്ടുണ്ട്. പാസ്ത മതി. ഇനിയിപ്പോ ഡ്രിങ്ക്സ് ഇത് കഴിഞ്ഞിട്ടാവും മേടിക്കണ്ടാവും. ഞാൻ മിക്കവാറും ഹോട്ട് ചോക്ലേറ്റ് ആവും മേടിക്കും. അതെന്താ ഇഷ്ടല്ലാത്ത? എന്താ ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടെ കുറേ സ്വീറ്റ്സ്, പിന്നെ ഇത് ബേക്കറി അങ്ങനെ പോലത്തെ കുറേ ഉണ്ട്. പാലുണ്ട്, പിന്നെ ഗീ ഉണ്ട്, ബിസ്ക്കറ്റിൻ്റെ എല്ലാതും ഉണ്ട്. പിന്നെ ബേക്കറി സാധനം കിട്ടും, സ്വീറ്റ്സ് കിട്ടും, അങ്ങനെ കുറേ സാധനം കിട്ടും ഇവിടുന്ന്. ഇതൊക്കെ കൂടിയാവും ഇവർ ബില്ലടിക്കണ്ടാവുക. പിന്നെ ഭക്ഷണത്തിനും പിന്നെ ഈ സ്വീറ്റ്സ് എല്ലാത്തിനും കൂടി ബില്ലടിക്കാം. ആരെയും പറയണേ? ഒരു സ്പിരിറ്റ് വന്നതാ പറയാൻ. അമ്മൂസ് എന്താ ഓർഡർ ചെയ്യണേ? പാസ്റ്റയാണോ? ധ്രുവിനോ? ഞാൻ പിസ്സ. അപ്പൊ ഒരു പാസ്റ്റ, ഒരു പിസ്സ. നമുക്ക് ഡ്രിങ്ക് നമുക്ക് കുറച്ചായിട്ട് ആലോചിക്കാം അല്ലേ? മതിയോ? ഇപ്പൊ തന്നെ ആലോചിച്ചു. ഞാൻ ഹോട്ട് ചോക്ലേറ്റാ. അമ്മൂസിന് എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ? അപ്പൂസ് ഫുൾ ഫോമിലാ. ആരെങ്കിലും ചെയ്യണ്ടേ? അച്ഛല്ലാത്ത കാരണമാണോ? അച്ഛല്ലാത്ത കാരണം. ആരോ കമന്റ് ചെയ്തിരുന്നു ധ്രുവിന് അധികം കുഴപ്പമില്ല പറഞ്ഞിട്ട്. ഇനി മുതൽ ഞാൻ തന്നെയാണ് ചെയ്യണ്ടേ ചിലത്. ഇതിന്റെ ഇടയിൽ എന്റെ പാസ്റ്റ് എത്താനായി. നിങ്ങൾക്ക് വേണോ? എന്നാൽ നമുക്ക് കഴിക്കാം ഒരുമിച്ച്. അപ്പൊ പിള്ളേരുടെ പാസ്റ്റും പിസ്സ എത്തിരിക്കുന്നു. അമ്മൂസ് എങ്ങനെയുണ്ട്? പാസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നീ കഴിച്ചോക്കില്ല, അപ്പൊ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാലോ. അമ്മൂസേ എന്ത് ഇതില് സോസ് ഉണ്ടാ? അയ്യേ, പാസ്റ്റ് ഓൾറെഡി സോസ് ഉണ്ട്. ആൽഫ്രെഡോ ഉണ്ട്, അതാണ് സോസ്. ആ വെള്ള സാധനം സോസാണ്. എങ്ങനെയുണ്ട്? പാസ്റ്റ് കഴിച്ചോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പാസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം എന്താ പറയാ, ഒരു ദിവസം ഞാൻ 6ാം ക്ലാസ് ആവുന്നു. 6ാം ക്ലാസ് ആകുമ്പോ അമ്മ ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കി. ആ പാസ്ത സോസ് വെച്ചാൽ കേടായിരുന്നു, നമുക്ക് ആർക്കറിയണില്ല. കഴിച്ചവരെല്ലാരും ഛർദി. അതിനുശേഷം പാസ്റ്റ് ഇഷ്ടമല്ല. അതിനുശേഷം പാസ്റ്റിന്റെ വേസ്റ്റ് പാസ്ത സോസ് എന്തോ ശരിയുണ്ടായിരുന്നില്ല. കഴിക്കാം കേട്ടോ. പക്ഷെ ആ പാസ്ത സോസ് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് അവൻ ഛർദിച്ചു. അതിനുശേഷം പാസ്ത വെറുത്തുപോയി. പിന്നീട് പാസ്ത കഴിച്ചിട്ടില്ല ധ്രുവിൻ. അപ്പോ ഹോട്ട് ചോക്ലേറ്റ് എത്തി. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. അമ്മൂസ് ഓർഡർ ചെയ്യും. അമ്മൂസ് അവിടെ ആർക്കും കൂടെ സംസാരിക്കുന്നു. അമ്മൂസ് അവിടെ ആരോടൊക്കെ അവിടെ നമ്മള് എന്തോ നന്ദിനിയെ കുറിച്ച് പറയാണ്ട് നീ റെസ്റ്റോറൻറ്റിൽ ഒരു നന്ദിനിയുടെ ഫാക്റ്റാണ്. ഞാൻ ഏതോ മറ്റേ നമ്മളെ 10th കോമറിലാക്കിണ്ടായിരുന്നു. വലുത്തെ ടെക്സ്റ്റ് ബുക്കിലല്ല ഈ കമ്പനീസ് കുറച്ച്. അതിൽ നന്ദിനി പറയുന്ന കമ്പനിയിൽ ഈ ഒരു കമ്പനി പറഞ്ഞ ഒരു പശു കറക്കണ സ്ഥലം. അമൂലാണോ നീ ഉദ്ദേശിച്ചത്? അമൂലൊന്നല്ല, നന്ദിനി തന്നെ ആണോ. 42 ലക്ഷം പാല് ഓരോ ദിവസം പറഞ്ഞ സെല്ലുണ്ടോ. ഓ, എനിക്കറിയണ്ടായിരുന്നില്ല. അമ്മൂസ എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഗുലാബ് ജാമുൻ അല്ലേ? അമ്മ സൂപ്പറാണോ? അമ്മ പറയണേക്ക്, ഞാൻ എനർജി ബാർ കഴിക്കട്ടെ.
നിനക്ക് ഇപ്പൊ ഒരു ഫുൾ പിസ്സ കഴിച്ചിട്ട് എനർജി ഒന്നും വന്നില്ലേ? എനർജി ഒന്നുമല്ല, ഒരു എന്താ പറയാ, ഓരോ ആഫ്റ്റർ ടേസ്റ്റ് വരാൻ വേണ്ടി. ഇതിന്റെ ഉള്ളിൽ ഈത്തപ്പഴമുണ്ടോ? ഈത്തപ്പഴോ? ഈത്തപ്പഴം അല്ല അത്, ഗുലാബ് ജാമുന്. അല്ല, അതിന് ഡേറ്റ്സ് ഉണ്ട് തോന്നുന്നു. ഈത്തപ്പഴം ഡേറ്റ്സ് ഉണ്ടോ? ആ, ഇഷ്ടല്ല. ഇഷ്ടം. ഇഷ്ടമായോ? ടേസ്റ്റ് ആണോ? സൂപ്പറാണോ? അവിടെ പോയിട്ട് ചൂടുവെള്ളം കുടിക്കണം കേട്ടോ. വീട്ടിലായാലേ ജലദോഷം. ഇത് ഞാൻ പറയുന്ന എല്ലാം ഓപ്പോസിറ്റാ പറയാം. എനിക്ക് നമ്മുടെ ഇത് എനിക്ക് ഉപ്പേരി ഇഷ്ടമല്ലെങ്കിൽ ഇത് പറയാം, ഇത് അതിന് ഇഷ്ടമാണ്. ഏട്ടൻ എന്താ പറഞ്ഞാലും നേരെ ഓപ്പോസിറ്റ് പറയും. എന്തിനാ ഈത്തപ്പഴം വെച്ചാൽ കോഴിപ്പം? ഒരു കോഴിപ്പില്ല, നല്ലതാ. ഇതിന് ശക്തി വരും. ആ ശക്തിയൊക്കെ ഐസ്ക്രീമിൽ കൊണ്ടുപോകും. ഒരു കാണിച്ച ഐസ്ക്രീമില് നല്ല ഇതുപോലെ ആക്കണം. അങ്ങനെ എൻ്റെ കഴിഞ്ഞു. പിന്നെ കമ്മട്ടെ. പിന്നെ പിന്നല്ല അവിടെ പോയിട്ട് ചൂടുവെള്ളം കുടിക്കണേ. അപ്പം എന്താ പറയാ, വെള്ളി കഴിക്കുക. ഇവിടെ പണ്ട് നോക്കല്ലോ ഞാൻ ഐസ്ക്രീം കഴിക്കുന്ന. അച്ഛനോട് പറയണ്ട ഐസ്ക്രീം കഴിച്ചവര്. പറയണോ? വേണ്ട, അച്ഛനോട് പറയണ്ടേ? എന്നെ ചീത്ത കഴിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ വ്ളോഗിന്റെ വിശേഷങ്ങൾ. അപ്പൊ എന്താ ചെയ്യണ്ട മുസേ? എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോ. അപ്പൊ അമ്മൂസ് പറഞ്ഞ പോലെ എല്ലാരും ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. ബൈ ബൈ പറഞ്ഞ ബൈ കൊടുക്ക. ടാറ്റ.